അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് ഖുദ് ബിയൈദീനാ ഖല്ലത്ത് ഹീലത്തുനാ അദ്ലിക്നാ വആലി കുല്ലിൻ വസ്സഹാബത്തി അജ്മഈൻ. നാം ദിവസേന പാരായണം ചെയ്യുന്ന യാസീൻ, ദുഖാൻ, വാഖിയ, സജദ, തബാറക തുടങ്ങിയ സൂറത്തുകൾ രാത്രി ഓതുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ പകലിൽ ഓതുന്നതാണോ നല്ലത്? ഇതിനെക്കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ചില ആളുകൾ പകലിൽ തന്നെയാണ് ഓതേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മറ്റു ചിലർ അതല്ല, രാത്രിയിലാണ് ഓതേണ്ടത് എന്നും പറഞ്ഞിട്ടുണ്ട്. രാത്രിയിലാണ് ഓതേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ ഹൃദയത്തിന് കൂടുതൽ ഏകാഗ്ര ലഭിക്കുന്ന സമയത്ത് രാത്രിയാണ്. രാത്രി ശാന്തമായതുകൊണ്ട് ഭക്തി സമ്പൂർണത ലഭിക്കും. എന്നാൽ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു രാത്രിയും പകലിലും ഓതാമെന്ന് വ്യാപകമായി പറയുകയോ രാത്രിയോ പകലോ മാത്രമായി സമയനിർണയം നടത്തുകയോ ചെയ്തിട്ടില്ലാത്തവ പകൽ ഓതുന്നതാണ് ഉത്തമമെന്ന് മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിശ്വപ്രസിദ്ധനായ കർമ്മശാസ്ത്ര പണ്ഡിതൻ മുഹമ്മദ് റംലി റളിയല്ലാഹു അൻഹും ഇതേ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ രാത്രി ഓതുന്നതാണ് ഉത്തമം എന്ന് പറയാനുള്ള കാരണം ഈ ഹൃദയ സാന്നിധ്യം ലഭിക്കുമെന്നുള്ളതാണ്. പകൽ ഹൃദയ സാന്നിധ്യം ഉണ്ടാവുകയും രാത്രി അതിൻ്റെ അഭാവം ഉണ്ടാവുകയും ചെയ്യുന്നുവെങ്കിൽ അവരിരുവരും പറഞ്ഞതുപോലെ പകൽ തന്നെയാണ് പാരായണം ചെയ്യേണ്ടത്. അവർ പറഞ്ഞത് പ്രസ്തുത സാഹചര്യം പരിഗണിച്ചാണെന്നത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എപ്പോഴാണ് ഹൃദയ സാന്നിധ്യം കൂടുതൽ ഉണ്ടാകുന്നത്, അത് പരിഗണിച്ചുകൊണ്ടാണ് നാം, രാത്രിയാണ് കൂടുതൽ ഹൃദയ സാന്നിധ്യം ഉണ്ടാകുന്നതെങ്കിൽ അങ്ങനെ രാത്രി ഓതുക, പകലാണ് നമുക്ക് കൂടുതൽ ഹൃദയ സാന്നിധ്യവും ശ്രദ്ധയും ഉണ്ടാകുന്നതെങ്കിൽ പകൽ ഓതുക എന്നാണ് മഹാനായ അഹ്മദ് ബിനു സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ അൽ അജിബത്തുൽ അജീബ എന്ന ഗ്രന്ഥത്തിൽ ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അള്ളാഹു കൂടുതൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ, അതും ഹൃദയ സാന്നിധ്യത്തോടു കൂടി ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.